ഇടുക്കിയിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയത് എങ്ങനെയെന്ന് ഇടതുപക്ഷം അതിൻ്റെ നേതാക്കൾ ഇപ്പോൾ കമ്മിറ്റികളിൽ, ബൂത്ത് കമ്മിറ്റികളിൽ, ചായക്കടകളിൽ ഒക്കെ കട്ടൻ ചായ കുടിച്ചും അല്ലാതെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7 നിയോജക മണ്ഡലങ്ങളിൽ 6 5 ഭൂരിപക്ഷം എങ്ങനെ ഡീൻ കുര്യാക്കോസ് നിലനിർത്തിയെന്ന് അവർ കണക്ക് കൂട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇടുക്കിയിൽ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകളും രാഷ്ട്രീയ കരുനീക്കങ്ങളും പിഴച്ചു. 2ാം തവണയും ഡീൻ കുര്യാക്കോസ് വിജയിച്ചത് മികച്ച ഭൂരിപക്ഷത്തിൽ. വോട്ടിംഗ് ശതമാനത്തിലെ കുറവും കേരള കോൺഗ്രസിന്റെ പിന്തുണയും തമിഴ്ത്തോട്ടം മേഖലയിലെ DMKയുടെ പിന്തുണയുമൊക്കെ ഇടതുപക്ഷത്തിന് വിജയപ്രതീക്ഷ പകർന്നിരുന്നു. എന്നാൽ അതൊന്നും പ്രതിഫലിക്കപ്പെട്ടില്ല. 1,33,727 വോട്ടുകൾക്കാണ് ഡീൻ വിജയിച്ചത്. ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 5 ലീഡ് ഡീൻ കുര്യാക്കോസ് നിലനിർത്തി. ഇടത് കോട്ടയായ ഉടുമ്പൻചോലയിൽ മാത്രമാണ് അല്പം കുറഞ്ഞത്. ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന കേരള കോൺഗ്രസിന്റെ വോട്ടുകളും UDF പെട്ടിയിൽ വീണുവെന്നാണ് ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാലും ജനാധിപത്യ മതേതര വോട്ടുകൾ ഐക്യമുന്നണിയെ വിട്ടു പോകത്തില്ല. അത് തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഉള്ള ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്തിട്ടുമുണ്ട്. ഒരു വസ്തുതയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുക ഞാൻ വിശ്വസിക്കുകയാണ്. പരാജയം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നതാണ് ഇടതു നേതാക്കളുടെ പ്രതികരണം. ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഏറ്റവും ശരിയായ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം വേണ്ട പോലെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ജനവിധി തീർച്ചയായിട്ടും അംഗീകരിക്കുകയും എന്താണ് പറ്റിയതെന്ന് പരിശോധിച്ച് അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. 2019 അപേക്ഷിച്ച് ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഇടുക്കിയിൽ NDAക്ക് വേരോട്ടം കൂടി എന്നതിന് തെളിവാണെന്ന് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പറഞ്ഞു. എനിക്ക് പാർലമെന്റ് മണ്ഡലത്തിൽ 76,000 വോട്ടാണ്. അതിൽ നിന്ന് മെച്ചപ്പെട്ട സംഖ്യയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇടുക്കി മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ കുറച്ചുകൂടി പരിചയമായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അവര് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളത് തന്നെയാണ് എനിക്ക് എന്റെ വിശ്വാസം. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJP അത്ര വളർന്നിട്ടുണ്ടായിരുന്നു, വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ ആ ഒരു നിലയിൽ എനിക്ക് വോട്ട് ഷെയർ കൂടിക്കൊണ്ടേയിരിക്കുന്നത് നല്ല സൂചനയാണ്. 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജോയ്സ് ജോർജിന് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിലെ കുറവും ഇടതുപക്ഷത്തിന് ഏറ്റ തിരിച്ചടിയാണ്. ഒപ്പം കേരള കോൺഗ്രസ് എമ്മിന് ഏറെ സ്വാധീനമുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലം കൂടിയായ ഇടുക്കിയിലടക്കം ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്തതോടെ കേരള കോൺഗ്രസിനും തിരിച്ചടിയായിട്ടുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.